കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള യാത്രയിൽ സദൺ റെയിൽവേയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ NSG 4 കാറ്റഗറിയിൽപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. കണ്ണൂരിനെയും മംഗലാപുരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റെയിൽ പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ കാഞ്ഞങ്ങാട് ഉള്ള റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂരിൽ നിന്നും മംഗലാപുരത്തേക്കും മംഗലാപുരത്ത് നിന്ന് കൊങ്കൺ റെയിൽവേ വഴിയായി മുംബൈയിലേക്കും മുംബൈയിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്കും പോകുന്ന എല്ലാ ട്രെയിനുകളും ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് കടന്നു പോകുന്നത്. ഒരു പ്രമുഖ റെയിൽവേ സ്റ്റേഷനായത് കൊണ്ടുകൂടി ഒട്ടുമിക്ക ട്രെയിനുകളും ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയതിന് ശേഷമാണ് ഇവിടെ നിന്നും യാത്ര പുറപ്പെടുക. എന്നാൽ വന്ദേ ഭാരത്, സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ചില ട്രെയിനുകൾ മാത്രം കണ്ണൂർ വിട്ട് കഴിഞ്ഞാൽ കാസർഗോഡ് ആണ് നിർത്തുക. അതിന് ഇടയിലുള്ള മറ്റ് സ്റ്റേഷനുകൾ നിർത്താറില്ല. കാഞ്ഞങ്ങാട് നിന്നും കോടിക്കുളത്തേക്ക് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അത് ചിത്താരി പുഴയും പള്ളിക്കര ഓവർപാസും ബേക്കൽ നദിയും കടന്നാണ് കോടിക്കുളത്തേക്ക് എത്തുക. വളരെ തിരക്കുള്ള സദൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽപ്പെട്ട റൂട്ടുകളിൽ ഒന്ന് ആണ് കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് ഉള്ള ഈ റൂട്ടും. അതിൽ നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനും. നാം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ കാഞ്ഞങ്ങാട് എന്ന ഈ നാടിനെക്കുറിച്ച് കൂടിയാണ് നാം ചിന്തിക്കേണ്ടത്. പ്രധാനമായും കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് കാഞ്ഞങ്ങാട്. വളരെയേറെ വിശാലമായ കൃഷിയിടങ്ങളും തെങ്ങുംതോപ്പുകളും അതുപോലെ തന്നെ മറ്റ് കൃഷിയിടങ്ങളും നിറഞ്ഞ ഒരു നാട്. കാഞ്ഞങ്ങാട് നിന്നും കോടിക്കുളത്തേക്ക് വരുമ്പോൾ റെയിൽവേ പാതയുടെ ഇരുവശങ്ങളിലും നമുക്ക് പച്ചപ്പ് നിറഞ്ഞ ധാരാളം തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ മറ്റ് കൃഷിയിടങ്ങളുമാണ് കാണാൻ സാധിക്കുക. തിങ്ങി നിറഞ്ഞ് വളരുന്ന തെങ്ങിൻ തോപ്പുകൾ കാണുക എന്നത് തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ്. ഒപ്പം തന്നെ അവിടെ നമുക്ക് കാണാൻ കിട്ടുന്ന ചെറിയ ചെറിയ കായലുകളും നദികളും ഒപ്പം പ്രകൃതിദത്തമായി ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ തുരുത്തുകളും ഒക്കെയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുക. ഒപ്പം നോക്കത്താ ദൂരത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന തെങ്ങുംതോപ്പുകളാണ് നമ്മുടെ കണ്ണുകൾക്ക് അതിമനോഹരമായ കാഴ്ചയൊരുക്കുന്നത്. കേരളം എന്നാൽ തെങ്ങുകളുടെ ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ നാടാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനെ സ്വാർത്ഥകമാക്കുന്ന രീതിയിലാണ് എവിടെ നോക്കിയാലും ധാരാളം തെങ്ങുകൾ തിങ്ങി നിറഞ്ഞിരിക്കുക. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് കാഞ്ഞങ്ങാട് എന്നത്. കാഞ്ഞങ്ങാട് എന്ന പട്ടണത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഇവിടെയുള്ള ആനന്ദാശ്രമമാണ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ് ഈ ആനന്ദാശ്രമം. അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഈ ആശ്രമം സ്ഥാപിച്ചത് 1939 വൈഷ്ണവ സന്യാസിയായിരുന്ന സ്വാമി രാംദാസ് ആണ്. ധ്യാനത്തിനും
ആത്മീയ പഠനത്തിനും അനുയോജ്യമായ ഒരു സ്ഥലത്താണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ബേക്കലിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ കിഴക്കായി ആണ് ആനന്ദാശ്രമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാന ആശ്രമവും മറ്റ് കെട്ടിടങ്ങളും പ്രശാന്തമായ മാന്തോപ്പുകൾക്കും തെങ്ങിൻ തോപ്പുകൾക്കും തോട്ടങ്ങൾക്കും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ആശ്രമത്തിന് കിഴക്കായി മഞ്ഞംപൊതിക്കുന്ന് എന്ന ഒരു സ്ഥലം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് പ്രശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് ശാന്തമായ ധ്യാനത്തിനായി ഈ കുന്നിലേക്ക് പോകുന്ന പതിവുമുണ്ട്. ട്രെയിൻ കാഞ്ഞങ്ങാട് നിന്നും കോട്ടിക്കുളത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാഞ്ഞങ്ങാടിൻ്റെ ചരിത്രമാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. പഴന്തമിഴ് പാട്ടുകളിൽ ഏഴിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന നന്ദരാജാവിൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശം എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. എങ്കിലും കാഞ്ഞങ്ങാടിൻ്റെ ചരിത്രം ക്രിസ്ത്യാബ്ദം 8-ാം നൂറ്റാണ്ടോടുകൂടി മാത്രമേ വ്യക്തതയോടെ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഈ കാലയളവിൽ കാഞ്ഞങ്ങാടും പരിസരവും 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ചേര രാജാക്കന്മാരുടെ കീഴിൽ പയ്യന്നൂർ കഴകത്തിൽപ്പെട്ട 32 തുളു ഗ്രാമങ്ങളിലൊന്നായിരുന്നു ഈ പ്രദേശം. പുല്ലീരിൽ നിന്നും ലഭിച്ച ഭാസ്കര രവിവർമ്മൻ രണ്ടാമൻ എന്ന ചേര രാജാവിൻ്റെ കൊടവലം ശാസനം ചേര സാമ്രാജ്യത്തിൻ്റെ ഇവിടുത്തെ രാഷ്ട്രീയാധിപത്യം വ്യക്തമാക്കുന്ന ഒന്നാണ്. അതിനുശേഷം കോലത്തുനാടിൻ്റെ കീഴിലായതോടെ ഈ പ്രദേശത്തിന് കാഞ്ഞങ്ങാട് എന്ന പേര് ലഭിച്ചു എന്നാണ് ചരിത്രം. കോലത്തിരിയുടെ കീഴിലെ ഇടപ്രഭുവായ കാഞ്ഞൻ ആയിരുന്നു ഇവിടുത്തെ ഭരണകാര്യങ്ങൾ നോക്കിയിരുന്നത്. കാഞ്ഞൻ്റെ നാട് പിന്നീട് കാഞ്ഞങ്ങാട് ആയി അറിയപ്പെടാൻ തുടങ്ങി എന്നും കരുതുന്നവരുണ്ട്. കൃഷിക്കും മറ്റും ഉപകാരപ്രദമല്ലാതിരുന്ന പൂഴി പ്രദേശം എന്ന അർത്ഥം വരുന്ന കാഞ്ഞ നാട് എന്ന പദമാണ് പിന്നീട് കാഞ്ഞങ്ങാട് എന്നറിയപ്പെട്ടു തുടങ്ങിയത് എന്ന വാദമാണ് കൂടുതൽ വാസ്തവം. നീലേശ്വരം രാജവംശം രൂപപ്പെട്ടതോടെ കാഞ്ഞങ്ങാട് നീലേശ്വരം രാജാവിൻ്റെ കീഴിലായി. 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം കർണാടകത്തിലെ ബദനൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഇക്കേരി രാജവംശം നീലേശ്വരം രാജാവിനെ തോൽപ്പിച്ച് ഈ പ്രദേശം അവരുടെ കീഴിലാക്കി. നീലേശ്വരം രാജാവിനെ പ്രതിരോധിക്കാൻ 1713 ഇക്കേരി രാജാവ് ഇവിടെ ഒരു കോട്ട പണിയുകയും അങ്ങനെ ഈ പ്രദേശം പുതിയ കോട്ട അഥവാ ഹസ്ദൂർ എന്നുകൂടി അറിയപ്പെട്ടു എന്നും ചരിത്രമുണ്ട്. ഇക്കേരി രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം മൈസൂർ സുൽത്താൻ്റെ അധീനത്തിലായി ഈ പ്രദേശം. 1799 ടിപ്പുവിൻ്റെ മരണശേഷം ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശത്ത് തങ്ങളുടെ ഭരണം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. 1799 മുതൽ 1862 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായ ബേക്കൽ താലൂക്കിലായിരുന്നു കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നത്. 1862 ഏപ്രിൽ 15 ദക്ഷിണ കന്നഡ ജില്ല മദ്രാസ് പ്രസിഡൻസിയിലാക്കിയപ്പോൾ ഈ പ്രദേശം ബേക്കൽ താലൂക്കിന് പകരമായി വന്ന കാസർഗോഡ് താലൂക്കിൻ്റെ കീഴിലായി. കേരള സംസ്ഥാന രൂപീകരണ ശേഷം 1957 ജനുവരി 1 ഹൊസ്ദുർഗ് താലൂക്ക് നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ആസ്ഥാനമായി കാഞ്ഞങ്ങാട് മാറുകയുണ്ടായി. ഇങ്ങനെ നാം കാഞ്ഞങ്ങാടിൻ്റെ ചരിത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ട്രെയിൻ അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നിന്നും കോട്ടിക്കുളത്തേക്ക് സഞ്ചരിക്കുമ്പോൾ റെയിൽവേ പാളത്തിൻ്റെ ഇരുവശങ്ങളിലായുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നാം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങും പച്ചപ്പ് മാത്രം നമ്മുടെ കണ്ണിൽപ്പെടുന്ന അതിമനോഹരങ്ങളായ തെങ്ങിൻ തോപ്പുകളും മറ്റ് കൃഷിയിടങ്ങളും പാടങ്ങളും മറ്റുമാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. അങ്ങനെ നാം ഈ കൃഷിയിടങ്ങളുടെ നടുവിലൂടെ മനോഹരമായ കാഴ്ചകളും കണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കോട്ടിക്കുളം എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.